ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് സെലിബ്രേഷൻ പാർട്ടിയുടെ ഫൈനൽ വീഡിയോ ആണിത്. ഞാനിതേ അങ്ങനെ കോളേജിലെത്തിയിട്ട് ഞാൻ ആദ്യം പോയത് വാഷ്റൂമിലോട്ടാണ്. കാരണം സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടി ചെയ്യാനായിട്ട് മുന്നേ പ്രത്യേകിച്ച് കാര്യമില്ലെങ്കിൽ കൂടി ഒന്നിനു പോകുന്ന സ്വഭാവം ചിലർക്കുണ്ട്. എനിക്കങ്ങനെ പറ്റിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ദേ കോൺഫറൻസ് ഹാളിലേക്ക് കയറി. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നൈസായിരുന്നു. ആളുകളൊക്കെ വരാൻ സമയമാവുന്നേ ഉള്ളൂ. പെർഫോം ചെയ്യുന്ന കുറച്ച് പേര് നേരത്തെ വന്നത് മാത്രം. കുറച്ച് പ്രാക്ടീസും സൗണ്ടൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ ഇത് ദേ ക്രിസ്മസിന് പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസും കഴിഞ്ഞ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്ത് ഫുഡിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയും കൂപ്പണൊക്കെ കളക്ട് ചെയ്ത് ഞാൻ കയറി. ഇനി ഒരാളെ പരിചയപ്പെടുത്താം. ഇവളാണ് മാർട്ടീന. എന്നെ എല്ലാ ദിവസവും മോട്ടിവേറ്റ് ചെയ്ത് പാട്ട് പാടിപ്പിച്ചത് ഇവളാണ് ഇതെല്ലാം സെറ്റാക്കി. നല്ല കൊച്ച, പക്ഷെ കമ്മിറ്റഡാ. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് പാർട്ടി ഓണായി. ഈ പുള്ളിയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു നൈസാ. പിന്നെ ഈ ചേട്ടൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല ഫ്ലെക്സിബിളായിട്ട് പുള്ളി കളിച്ചിരുന്നത്. ഇനി ഇതാണ് എൻ്റെ പാട്ട്. You look that much, oh baby, you should go and love yourself. സംഭവിച്ചിരി കോൺഫിഡൻസ് കിട്ടിയപ്പോൾ ഒന്ന് സ്റ്റെപ്പ് ഇട്ട് നോക്കിയതാ. നൈസായി. എനിക്കിവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പിയല്ല കേട്ടോ. അതായത് നമ്മൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യും. അത് പിന്നെ എൻ്റെ ഡ്രിങ്ക്സിൻ്റെ കൂപ്പണൊക്കെ ഞാൻ ഇവനാണ് കൊടുത്തത്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് കഴിഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ ഒരു നാട്ടു നടപ്പ്. പക്ഷേ ഫുഡിൻ്റെ കൊടുത്തില്ല, ഫുഡിൻ്റെ കൂപ്പണൊക്കെ കൊടുത്ത് ഞാൻ സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ അതേ ഒരു കൂൾ കോഫിയൊക്കെ കുടിച്ചായിരുന്നു. നൈസായിരുന്നു. പിന്നെ പരിപാടിക്ക് വന്ന രജിസ്ട്രേഷൻ നമ്പേഴ്സ് നോക്കി റാൻഡമായിട്ട് ചൂസ് ചെയ്തപ്പോൾ ഈ പുള്ളീനെയാണ് കിട്ടിയത്. ആൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് പിന്നെ ആളുടെ സ്റ്റെപ്പ് എന്തൊക്കെയോ മറ്റേ സാറിന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഡാൻസുകളൊക്കെ തുടങ്ങി. എല്ലാവരും പല പല ലാംഗ്വേജസ് സോങ്സ് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം വേൽമുരുകയും പിന്നെ ആവേശത്തിലെ പാട്ടൊക്കെ ഇട്ട് കളിച്ചായിരുന്നു. ഇവർ നമ്മുടെ കൂടെ കൂടിയായിരുന്നു. പിന്നെ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് മൊത്തം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനും ഡാൻസ് കളിച്ചായിരുന്നു. അങ്ങനെ പരിപാടി കഴിഞ്ഞത് ഇതൊക്കെ കോളേജിലെ സ്റ്റുഡൻസ്, ഒരു യൂറോപ്യൻ യൂണിയൻ തന്നെ ഈ ബസ്സിലുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ ഞാൻ വീട്ടിൽ പോവാണ്. ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ട് ആ പരിപാടിക്ക് പോയത്. പക്ഷെ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു.